ഒരുമാതിരി പോക്കത്തരം കാണിക്കരുത് കേട്ടോ. ഞാൻ എന്തോന്ന് കാണിച്ചെന്താ പറയണത്? എന്തോന്ന് കാണിച്ചെന്നാ നീ ആ കൊച്ചിനോടപ്പുറത്ത് എനിക്ക് കേട്ടോ വർത്താനം പറയണം. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടുള്ള കാര്യം അറിയാമോ? ഒരു പോസ്റ്റെങ്കിലും നിങ്ങൾ എനിക്ക് അയച്ച ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജെങ്കിലും എനിക്ക് അയച്ച ഒരു മെസ്സേജ് നിങ്ങൾ വിട്ടാ. ഞാൻ ഫുഡ് പോയിസൺ അടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇപ്പൊ വീട്ടിലോട്ട് കയറി വന്നതേ ഉള്ളൂ. ഫുഡ് പോയിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് വിരലില് ഗുരുവൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് കപ്പൂസ് ഇരുന്നിട്ട് നിങ്ങൾക്ക് 4 പിതുക്ക് പിതിക്കുന്നില്ല വിരലില്. മെസ്സേജ് നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. അതൊന്നും ഒരു ഹലോ അല്ലല്ല മുഴുവൻ ആലപിക്കണം. നിങ്ങളെ ഇവിടെ ഇരുന്ന് വന്ദേ മാതരം മുഴുവൻ ആലോചിച്ചിട്ട് ഞാനും എന്റെ കുടുംബം ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെ പറ്റൂലല്ലോ. നീ എന്നെ ദേശസ്നേഹമൊന്നും പഠിപ്പിക്കണ്ട. ഒരു മിനിറ്റ്. ഹലോ എടാ, എല്ലാം വിറ്റ് ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. എടാ, അത് ആദ്യം പറഞ്ഞവർക്ക് ഞാൻ കൊടുക്കും. എന്തോ കൊടുക്കുന്നു? എടാ, ഇന്ത്യൻ പതാകയുടെ ഒരു സെയിൽസ് നമ്മളപ്പോ ചെലവുകൾ നടക്കണ്ടേ? നീ പൈസ തന്നാ നിനക്ക് തരാം, അല്ലെങ്കിൽ ഞാൻ വേറെ ആക്കി കൊടുക്കും. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ദേശസ്നേഹം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വേറെ കൊടുക്കാനാ? ഞാൻ എടുത്തോളാം. എത്ര രൂപ? ഒരു 500 രൂപ. 500 രൂപ ഈ ചെറിയ പതാകയ്ക്കാ? നിങ്ങളിപ്പോ പരിഹാരം തുടങ്ങിയല്ലേ? എത്ര? 10 രൂപ? 500 രൂപ തന്നാലേ ഞാൻ ഈ പതാക തരുവുള്ളൂ. 10 രൂപ സാധനത്തിന് 500 രൂപ? ഇതൊരു 10 രൂപ അല്ലെങ്കിൽ 15 രൂപ വരുള്ളൂ. ശരി, ഞാൻ നിനക്കിത് 10 രൂപയ്ക്ക് തരാം. പക്ഷെ ജനഗണമന എഴുതിയത് ആരെന്ന് പറ. എന്തോന്ന്? എടാ, ജനഗണമന എഴുതിയത് ആരെന്ന് പറ. ദേശസ്നേഹിക്കല്ലേ? പറ, ആരെഴുതിയെന്ന് പറ. അല്ല, ഇതിന് 500 രൂപ ആവും. ഇത് മെറ്റീരിയൽ കൂടിയ മെറ്റീരിയൽ അടിയൊക്കെ തേക്കുന്ന എന്തിനാണെന്ന് തോന്നുന്നു. 1000 ഒക്കെ ആവണം. അങ്ങനെ അമ്മ കണ്ട് കുറച്ച് തന്നായിരിക്കും.